ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പൊറോട്ട റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ. ഇത് വീശി അടിക്കാതെ ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്. അപ്പം നമുക്കിനി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഞാനിപ്പം 1 കിലോ മൈദാമാവ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ 1 കിലോ മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു മേശപ്പുറത്തേക്കോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങൾ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പാത്രത്തിൽ ചെയ്യുക. ഞാനിവിടെ മേശ വെച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഈ മേശപ്പുറത്തേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ 1 കിലോ മൈദാമാവ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നടുക്കായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കളം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇങ്ങനെ നല്ല റൗണ്ടായിട്ട് നല്ല നടുഭാഗത്ത് മാത്രം ഇത്രം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു റൗണ്ടായിട്ട് ഇതിനിടയ്ക്ക് ഉണ്ടാക്കുന്നത്. ഇത്ര ഒരു വൃത്തിക്ക് നന്നായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഞാനിവിടെ ഒരു 2 നുള്ളി ചേർത്താൽ മതി. ബേക്കിംഗ് സോഡ കൂടി പോകരുത്. അപ്പക്കാരം എന്ന് പറയും. 2 നുള്ള അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. അപ്പക്കാരം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പൊറോട്ടയ്ക്ക് ടേസ്റ്റും ഉണ്ടാകുകയില്ല. പൊറോട്ട നല്ല മയമായിട്ട് കിട്ടുകയില്ല. നമ്മളപ്പം 2 നുള്ള ചേർത്ത് കൊടുക്കാം. അല്ലേ, ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ 1 കിലോയ്ക്ക് 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. നിങ്ങളിപ്പം മാവ് കൂടുന്നതനുസരിച്ച് കോഴിമുട്ടയുടെ എണ്ണവും കൂട്ടേണ്ടതാണ്. ഇനി നമുക്ക് ഇതൊരു കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മുട്ടയൊന്ന് ചെറിയ രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. ഇപ്പം ഞാനിത് മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആദ്യം ഒഴിച്ചാൽ മതി. നമ്മൾ തളിക്കുന്ന പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൈ ഉപയോഗിച്ച് ഇത്ര ഒന്ന് മിക്സാക്കിയാൽ മതി. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മൈദാമാവ് ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് ഇതെല്ലാം മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് മിക്സാക്കി നന്നായിട്ട് എടുക്കാം. ഇതിന് നമ്മൾ ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 2 കൈ ഉപയോഗിച്ച് വേണം ചെയ്യാനേ. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. തളിച്ച് ഒഴിക്കാവുള്ളൂ. ഇങ്ങനെ കൈ ഉപയോഗിച്ച് തളിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. വെള്ളം കൂടി പോകരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പൊറോട്ടയ്ക്ക് മയം ഉണ്ടാവുകയില്ല. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ബോൾ പരുവത്തി മിക്സ് ആക്കി എടുക്കാം. കുറേ നേരം നമ്മൾ വെള്ളം ഉപയോഗിച്ച് മിക്സാക്കി കഴിഞ്ഞ് ബോളാക്കി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ പൊറോട്ടയ്ക്ക് സോഫ്റ്റ്നെസ് വരുള്ളൂ. നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി അട്ടി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. ഇനി നമുക്ക് ഇതിനടുത്ത് ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒരു നാടൻ സ്റ്റൈലായിട്ടുള്ള പൊറോട്ടയുടെ നല്ലൊരു രുചി വരുന്നത്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഈ മണ്ടഭാഗത്ത് അടിയിൽ മൊത്തം ഒന്ന് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു നനഞ്ഞ തോർത്താണ് എടുക്കുന്നത്. നമ്മൾ നല്ല വൃത്തിയുള്ള നനഞ്ഞൊരു തോർത്തെടുക്കുക. അത് ഉപയോഗിച്ചാൽ ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ടൊന്ന് മൂടി വെക്കണം. ഒരിടത്ത് സ്പേസ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മൂടി വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കാം. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ബോൾ പിടിക്കുകയാണ്. അപ്പം നമ്മൾ ഒരുവിധം നമ്മളിപ്പം ഒരു ബോളിൽ തന്നെ 2 പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ബോൾ പിടിക്കുന്നത്. നിങ്ങൾക്കിപ്പം ഒരു ബോളിൽ തന്നെ 1 എണ്ണവും 3 എണ്ണവും അങ്ങനെ എത്ര വേണേൽ നിങ്ങൾക്ക് പിടിക്കാം. ഞാനിപ്പം ഒരെണ്ണത്തിൽ 2 ബോൾ പിടിക്കാവുന്ന രീതിയിൽ ഞാൻ ബോൾ മുറിക്കുകയാണ്. ഇങ്ങനെ ഈ മീഡിയം ഷേപ്പ് വരുന്ന ബോൾ നമ്മളിങ്ങനെ കൈക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളുക. എന്നിട്ട് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ അടിയിലേക്ക് കയറ്റി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബോൾ പിടിക്കേണ്ടത്. എന്നിട്ട് അടി ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കണം. എന്നിട്ട് നമ്മളിവിടെ ഇനി ഒരു ബോളിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ഓയിൽ തേക്കുക. നന്നായിട്ട് ഓയിൽ പുരട്ടണം.
ഇതിപ്പോൾ അടിയൊക്കെ നല്ല ഇതാക്കി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഓയിൽ വരട്ടി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ഉരുളകളെല്ലാം പിടിച്ച് വെക്കാം. നമുക്കിനി മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ ബോൾ പിടിച്ച എല്ലാ എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലൂടെ ചുമ്മാ ഒന്ന് ഇത് തളിച്ച് കൊടുക്കാം. മൊത്തത്തിലൊന്നാക്കി കൊടുത്താൽ മതി, ഒത്തിരി ഒന്നും തേക്കണ്ട. ഇനി നമുക്ക് നനഞ്ഞ തുണി ഉപയോഗിച്ച് തോർത്തോ നിങ്ങൾക്ക് വെള്ളത്തുണി എന്ത് വേണം യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മൂടി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ 2 ബോൾ പിടിക്കാവുന്ന രീതിയിലാണ് ഇതെല്ലാം പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല ഇതായിട്ടുണ്ട്. നമ്മൾ 8 ബോൾസാണ് ഇത് റെഡി ആയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോ ബോൾസും എടുത്ത് പരത്ത് പണിയുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു ബോൾ എടുത്തു, കുറച്ച് ഓയിൽ ഇതുവഴി സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇത് ബോൾ വെക്കുക. എന്നിട്ട് കയ്യെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇത്ര ഒന്നാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഒരടുത്ത് എടുക്കുക. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 8 ബോൾ എടുത്തേക്കുന്നത് 8 ബോളും ചെയ്തെടുക്കണം. ചെറിയ രീതിയിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒത്തിരി കട്ടി കൂട്ടാൻ പോകണ്ട, കട്ടി കുറയ്ക്കാൻ പോകണ്ട. നമ്മൾ ആദ്യം എടുക്കുന്ന വെച്ച് നോക്കിയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ മൊത്തം ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് 5 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് 8 നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു നനഞ്ഞ തോർത്ത് ഉപയോഗിച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല 2 ലെയറാക്കിയാണ് ഞാനിവിടെ തോർത്ത് വിരിച്ചിരിക്കുന്നത്. ഇത്ര ഒന്ന് വിരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റിയേക്കാം. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് നമ്മളിനി ഒരു പൈപ്പോ ഒരു പരത്തുന്ന സംഭവം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളിപ്പം ആദ്യം ചെയ്ത് അങ്ങേറ്റിരിക്കുന്നതാണ്. അങ്ങനെ ചെയ്ത് അനുസരിച്ച് വേണം ചെയ്യാൻ. ഇങ്ങനെ 1, 2 അങ്ങനെ ഓർഡർ വേണം ചെയ്യാൻ. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അനുസരിച്ച് ചെയ്യണം. ഒരെണ്ണം നമുക്കെടുത്ത് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മേശപ്പുറം ചെറിയ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട ഇവിടുന്ന് നമ്മൾ പരത്തി കഴിയുമ്പം പറഞ്ഞു പോരി വരാം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യേണ്ട ഭാഗത്ത് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. പരത്തുന്ന ഭാഗത്ത് പൊളിഞ്ഞു പോരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ തേക്കുക. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പൈപ്പ് ഞാനിവിടെ ഓയിൽ തേച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത്ര നീളമുള്ള ഒരു പൈപ്പ് എടുക്കുക. നിങ്ങളുടെ കറക്റ്റ് എത്ര വേണം എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നീളത്തിലും ഇച്ചിരി സൈഡൊക്കെ നല്ല കട്ടി കുറച്ച് വേണം പരത്താൻ. നമ്മൾ വീശി അടിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ കട്ടി കുറച്ച് ഇത് വെച്ച് പരത്തണം. നല്ല നൈസായിട്ട് പരത്തി കാണിക്കാം. ഇപ്പോൾ നമ്മൾ നല്ല നൈസാക്കിയാണ് ഇത് പരത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സൈഡ് കനം കുറച്ച് പരത്താൻ. നമ്മൾ നടുവിൽ കുറച്ച് കട്ടി ഇരുന്ന് പറഞ്ഞാൽ സൈഡിൽ ഒട്ടും കട്ടി കൂടരുത്. കട്ടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ടയ്ക്ക് ഒട്ടും രുചിയും സോഫ്റ്റും കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ കട്ടി കൂടാതെ പരത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വീശി അടിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര കട്ടി കുറച്ച് നന്നായിട്ട് പരത്തുന്നത്. ഇനി പകുതി നേരെ ഇങ്ങനെ വരയും കൊണ്ട് മുറിച്ചെടുക്കുക. ഒരു കത്തി ഉപയോഗിച്ച് തന്നെ വരയിട്ടാൽ മതി. പകുതി മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അടിയുന്ന ഇങ്ങനെ വലിച്ച് നമ്മുടെ ഈ പൊറോട്ട ഇങ്ങനെ പൊക്കിയെടുക്കണം. നീട്ടി ഇങ്ങനെ വലിച്ചെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ നമ്മുടെ പൊറോട്ടയുടെ ഒരു കറക്റ്റ് ഇതാവുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഈ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുരുട്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ആദ്യം സൈഡിട്ട് മാത്രം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് കറക്കി തന്നെ ഇങ്ങനെ വെച്ച് ചുമ്മാ ഒന്ന് കറക്കി എടുത്താൽ മതി. കൈ വെച്ചോ അല്ലാതെയോ എങ്ങനെയായാലും നമുക്ക് നന്നായിട്ടൊന്ന് കറക്കി എടുക്കാം. ഇത് കറക്കിയിട്ട് അടി തള്ളിയിട്ട് നമുക്കിത് അടിയിലേക്ക് ഈ മിച്ചം വരുന്ന ഭാഗം കയറ്റി വെക്കുക. ഇതുപോലെ നമുക്ക് ഈ ലെവലിൽ വരണം. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരൊറ്റ ഭാഗം മാത്രം ഇങ്ങനെ സൈഡിലേക്കൊന്ന് കറക്കി വെക്കുക. അതിനുശേഷം ബാക്കി കറക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ചെയ്യുമ്പോൾ രണ്ട്
പൊറോട്ടയ്ക്കുള്ളതായിട്ടാണ് ഉരുളി എടുത്തതെന്നാൽ നിങ്ങളിപ്പോൾ 2 എണ്ണമായിട്ട് എടുക്കുവാണെങ്കിൽ 2 എണ്ണമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരെണ്ണമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് അടിയിലേക്ക് കയറ്റി വെക്കുക. ഇതുപോലെ നമുക്കിനി എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നനഞ്ഞ തുണി ഉപയോഗിച്ച് അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ 2 ലെയറായിട്ട് മടക്കി തുണി ഇങ്ങനെ വെച്ചാൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇനി എടുക്കാം. ഇനി നമുക്ക് നമ്മളത് അടച്ചു വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഡാൽഡയും 1/4 കപ്പ് ഓയിലും കൂടെ, ഇതുപോലത്തെ ഡാൽഡയാണ്, വനസപ്തിയുടെ 1/4 കപ്പ് ഡാൽഡയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഡാൽഡയും 1/4 കപ്പ് എണ്ണയും കൂടെ ഉപയോഗിച്ച് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഉരുകി തണുത്ത് നമുക്കിനി പരത്താൻ നേരത്തും ഇതാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ പരത്താൻ നേരത്തെ മാത്രമേ ഡാൽഡയും എണ്ണയും കൂടെ ഉള്ള മിക്സ് യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉരുക്കി തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം പിടിച്ച ബോളാണ് നമ്മളിവിടെ ആദ്യം വെച്ചേക്കുന്നത്. ഇനി ഞാനിവിടെ ഡാൽഡ ചൂടാറി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടാറിയതാണ്. ഇത് നല്ല മഞ്ഞ കളറിലാണ്. ഡാൽഡയും ഓയിലും കൂടെ ഉപയോഗിച്ച് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആദ്യത്തെ നമ്മൾ കുറച്ച് ഡാൽഡ ഇവിടെ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈയുടെ പത്തി വെച്ച് മാത്രം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. കൈയുടെ പത്തി ഉപയോഗിച്ച് നമുക്ക് പൊറോട്ടയുടെ ഷേപ്പിൽ ഇങ്ങനെ കുഴച്ചെടുക്കാം. സൈഡ് നമ്മൾ നന്നായിട്ട് കട്ടി കുറച്ച് വേണം. കൈയുടെ പത്തി ഉപയോഗിച്ച് മാത്രമേ പരത്താവുള്ളൂ. വിരൽ വരാതെ പരത്തണം. സൈഡ് നന്നായിട്ട് കട്ടി കുറച്ച് പരത്തുക, എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ്നെസ് വരുള്ളൂ. നമുക്ക് ഇതേപോലെ ബാക്കി എല്ലാം ചെയ്തെടുക്കാം. നല്ല വട്ടത്തിൽ നല്ല ഷേപ്പിൽ നന്നായിട്ട് പരത്തി നൈസാക്കി എടുക്കാം. സൈഡ് വരത്തുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് കട്ടി കുറച്ച് നല്ല മയം കിട്ടണമെങ്കിൽ നന്നായിട്ട് നൈസാക്കി പരത്തണം. ഇതേ പരുവത്തി ആക്കിയിട്ട് കുറച്ച് ഓയിലോട് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്കിനി എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ പരത്തി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിലതിൻ്റെ വലിയ പൊറോട്ടയാക്കിയാണ് പരത്തിയേക്കുന്നത്. ചിലത് വണ്ണം കുറച്ച് നമ്മൾ ചെറിയ ഉരുളയാക്കി എടുത്തതും നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ കുഴപ്പം, നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് നടുക്കുന്ന കട്ട് ചെയ്തപ്പം ചെറുതാക്കി എടുത്തതിൻ്റെയാണ് ഇതുപോലെ ചെറുതായി വരുന്നത്. അല്ലാത്തതൊക്കെ നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റുന്ന വലുതാക്കിയാണെങ്കിൽ നിങ്ങൾ പരത്തി എടുക്കുക. വലുതും ചെറുതുമായിട്ടുള്ള പൊറോട്ട നമ്മളിവിടെ എല്ലാം പരത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റൗ കത്തിച്ച് ഒരു ഇരുമ്പ് ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഡാൽഡയും ഇത് ഉപയോഗിച്ചുള്ള മിക്സ്, എണ്ണ ഉപയോഗിച്ചുള്ള മിക്സ് ഇവിടെ ഒന്ന് ചെറിയ രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. ഓയിൽ ഒരുവിധം നമ്മൾ സ്പ്രെഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കുക. ഇനി നമുക്ക് ഒരു പൊറോട്ട എടുത്ത് ഇതിലേക്ക് ഇടാം. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ തിരിച്ചിടാവുള്ളൂ. നമുക്കൊരു സൈഡ് മുറിച്ചെടുക്കാം. നമ്മൾ തിരിച്ചിടുമ്പോഴും ഇതുപോലെ മുകളിൽ ബ്രഷ് ഉപയോഗിച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു സൈഡായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് തിരിച്ചിട്ടതാണ്. നമ്മളിപ്പം തിരിച്ചിടുമ്പോഴും മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒന്നുകൂടെ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ഇട്ടിങ്ങനെ കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ തിരിച്ചിടുമ്പോഴും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് തിരിച്ചിടുക. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഞാനിപ്പോൾ 2 എണ്ണം ആദ്യം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല കട്ടിക്ക് ഇങ്ങനെ ലെയറായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത്. ഇത്ര ഒന്നാക്കിയെടുത്താൽ മതി. നമ്മളിപ്പം പൊറോട്ട നല്ല ലെയറായിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്കല്ല ഞാനിപ്പോൾ മാറ്റിയിരിക്കുന്നത്. നമ്മൾ വാട്ടിയെടുത്ത ഒരു വാഴയിലയിലേക്കാണ് ഞാനിപ്പോൾ ഇത് മാറ്റിയിരിക്കുന്നത്. നമ്മുടെ ലെയറായിട്ടുള്ള നല്ല സോഫ്റ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.